ഓം ശാന്തി 16-3-2025 അവ്യക്ത ബാപ്ദാദ റിവൈസ് കോഴ്സ് 5-3-2004. മുരളിയുടെ ടൈറ്റിലാണ് ദുർബല സംസ്കാരങ്ങളുടെ സംസ്കാരം ചെയ്ത് സത്യമായ ഹോളി ആഘോഷിക്കൂ, അപ്പോൾ വിശ്വപരിവർത്തനം ഉണ്ടാകും. ഇന്ന് ബാപ്ദാദ തന്റെ നാനാഭാഗത്തെയും പൊന്നോമന മക്കളെ കാണുകയാണ്. ഈ പരമാത്മാ വാത്സല്യം താങ്കൾ കോടിയിലും ചില ശ്രേഷ്ഠ ആത്മാക്കൾക്കാണ് പ്രാപ്തമാകുന്നത്. ഓരോ കുട്ടികളുടെയും 3 രാജ്യസിംഹാസനം കാണുകയാണ്. ഈ 3 സിംഹാസനങ്ങളും മുഴുവൻ കൽപ്പത്തിൽ ഈ സംഗമത്തിൽ തന്നെയാണ് താങ്കൾ കുട്ടികൾക്ക് പ്രാപ്തമാകുന്നത്. കാണപ്പെടുന്നുണ്ടോ 3 സിംഹാസനങ്ങൾ? ഒന്നാണ് ഭൃകുട്ടിയാകുന്ന സിംഹാസനം, ഏതിലാണോ ആത്മാവ് തിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ സിംഹാസനമാണ് പരമാത്മ ഹൃദയ സിംഹാസനം. ഹൃദയ സിംഹാസനധാരികൾ അല്ലേ? മൂന്നാമത്തേതാണ് ഭാവി വിശ്വസിംഹാസനം. ഏറ്റവും ഭാഗ്യശാലിയാകുന്നു ഹൃദയ സിംഹാസനധാരി ആകുന്നതിലൂടെ. ഈ പരമാത്മാ ഹൃദയ സിംഹാസനം താങ്കൾ ഭാഗ്യശാലി കുട്ടികൾക്കാണ് പ്രാപ്തമാകുന്നത്. ഭാവി വിശ്വത്തിന്റെ രാജ്യം പ്രാപ്തമാവുക തന്നെ വേണം. എന്നാൽ അധികാരി ആരാണ് ആകുന്നത്? ഈ സമയത്ത് സ്വരാജ്യ അധികാരിയാണ് ആകുന്നത്. സ്വരാജ്യം ഇല്ല എങ്കിൽ വിശ്വരാജ്യവും ഇല്ല. എന്തെന്നാൽ ഈ സമയത്ത് സ്വരാജ്യ അധികാരത്തിലൂടെയാണ് വിശ്വരാജ്യം പ്രാപ്തമാകുന്നത്. വിശ്വരാജ്യത്തെ സർവ സംസ്കാരവും ഈ സമയത്താണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോരുത്തരും അവരവരെ സ്വരാജ്യ അധികാരിയായി അനുഭവം ചെയ്യുന്നുണ്ടോ? എന്താണ് ഭാവി രാജ്യത്തിന്റെ മഹിമ അറിയാമല്ലോ. ഒരു ധർമ്മം, ഒരു രാജ്യം, നിയമവും ക്രമവും സുഖശാന്തി സമ്പത്താൽ സമ്പന്ന രാജ്യം. ഓർമ്മ വരുന്നുണ്ടോ? എത്ര തവണ ഈ സ്വരാജ്യവും വിശ്വരാജ്യവും നേടിയിട്ടുണ്ട്? ഓർമ്മയുണ്ടോ? എത്ര തവണ ഭരിച്ചിട്ടുണ്ട്? വ്യക്തമായി ഓർമ്മ വരുന്നുണ്ടോ? അതോ ഓർമ്മിക്കുന്നതിലൂടെ ഓർമ്മ വരികയാണോ? ഇന്നലെ രാജ്യം ഭരിച്ചിരുന്നു, നാളെ രാജ്യം ഭരിക്കണം. ഇങ്ങനെ സ്പഷ്ട സ്മൃതിയുണ്ടോ? ഈ സ്പഷ്ട സ്മൃതി ഉണ്ടാകുന്നത് ഇപ്പോൾ സദാ സ്വരാജ്യ അധികാരി ആയിരിക്കുന്നവർക്കാണ്. അപ്പോൾ സ്വരാജ്യ അധികാരി ആണോ? സദാ ആണോ അതോ ഇടയ്ക്കിടെ ആണോ? എന്തു പറയുന്നു? സദാ സ്വരാജ്യ അധികാരിയാണോ? ഡബിൾ വിദേശികളുടെ ഊഴമല്ലേ? അപ്പോൾ സ്വരാജ്യ അധികാരി സദാ ആണോ? പാണ്ഡവർ സദാ ആണോ? സദാ എന്ന വാക്ക് ചോദിക്കുകയാണ്. എന്തുകൊണ്ട്? ഈ ഒരു ജന്മത്തിൽ, ചെറിയൊരു ജന്മത്തിൽ, കൊച്ചു ജന്മമാണ്. ഈ കൊച്ചു ജന്മത്തിൽ അഥവാ സദാ സ്വരാജ്യ അധികാരി ആകുന്നില്ല എങ്കിൽ 21 ജന്മത്തിന്റെ സദാ സ്വരാജ്യം എങ്ങനെ പ്രാപ്തമാകും? 21 ജന്മത്തെ രാജ്യാധികാരി ആകണമോ? ഇടയ്ക്കിടെ ആകണമോ? എന്താ സമ്മതമാണോ? സദാ ആകണോ? സദാ തലയാട്ടു. നല്ലത്. 21 ജന്മം തന്നെ രാജ്യാധികാരിയാകണോ? രാജ്യാധികാരി അർത്ഥം രാജകീയ കുടുംബത്തിലും രാജ്യാധികാരി. സിംഹാസനത്തിൽ അല്പസമയത്തേക്കേ ഇരിക്കുന്നുണ്ടാകൂ. എന്നാൽ അവിടെ എത്രത്തോളം സിംഹാസന അധികാരിക്ക് സ്വമാനമുണ്ടോ അത്രയും തന്നെ രാജകീയ കുടുംബത്തിനും ഉണ്ട്. അവരെയും രാജ്യാധികാരി എന്ന് പറയും. എന്നാൽ കണക്ക് ഇപ്പോഴത്തെ സംബന്ധത്തിൽ നിന്നാണ്. ഇപ്പോൾ ഇടയ്ക്കിടെ എങ്കിൽ അവിടെയും ഇടയ്ക്കിടെ. ഇപ്പോൾ സദാ എങ്കിൽ അവിടെയും സദാ. അപ്പോൾ സമ്പൂർണ്ണ അധികാരം നേടുക അർത്ഥം
വർത്തമാനത്തിന്റെയും ഭാവിയുടെയും പരിപൂർണ 21 ജന്മത്തെ രാജ്യ അധികാരി ആകുക. അപ്പോൾ ഡബിൾ വിദേശികൾ പൂർണ്ണ അധികാരം എടുക്കുന്നവരാണോ അതോ പകുതിയോ അല്പമോ? എന്താണ്? പൂർണ്ണ അധികാരം എടുക്കണമോ? പൂർണ്ണം, ഒരു ജന്മത്തിലും കുറവല്ല. അപ്പോൾ എന്തു ചെയ്യേണ്ടി വരും? ബാബ് ദാദ ഓരോ കുട്ടികളെയും സമ്പൂർണ്ണ അധികാരി ആക്കുന്നു. ആക്കിയില്ലേ? പക്ക? അതോ ആകുമോ ആകില്ലയോ എന്ന ചോദ്യമാണോ? ഇടയ്ക്കിടെ ചോദ്യം ഉയരുന്നു, അറിയില്ല, ആകുമോ ആകില്ലയോ? ആകുക തന്നെ വേണം. പക്ക? ആർക്ക് ആകുക തന്നെ വേണം? അവർ കൈ ഉയർത്തു. ആവുക തന്നെ വേണോ? നല്ലത്. ഇവരെല്ലാം ഏത് മാലയുടെ മണികളാകും? 108ന്റെ? ഇവിടെയാണെങ്കിൽ എത്ര പേർ വന്നിട്ടുണ്ട്? അപ്പോഴിവിടെ 18,000 അപ്പോൾ 108 മാലയെ വലുതാക്കുമോ? നല്ലത്. 16,000 നല്ലതായി തോന്നുകയില്ല. 16,000ത്തിൽ പോകുമോ? പോവുകയില്ലല്ലോ. ഈ നിശ്ചയവും നിശ്ചിതമാണ്. ഇങ്ങനെ അനുഭവമാകണം. ഞാനാവുകയില്ലെങ്കിൽ ആരാകും? ഉണ്ടോ ലഹരി? താങ്കൾ ആവുകയില്ലെങ്കിൽ മറ്റാരും ആവുകയില്ലല്ലോ. താങ്കൾ തന്നെയാണ് ആകുന്നയാൾ അല്ലേ? പറയൂ, താങ്കൾ തന്നെയല്ലേ? പാണ്ഡവർ താങ്കൾ തന്നെയാണോ ആകുന്നവർ? ശരി, തന്റെ ദർപ്പണത്തിൽ സാക്ഷാത്കാരം ചെയ്തിട്ടുണ്ടോ? ബാബ് ദാദ ഓരോ കുട്ടികളുടെയും നിശ്ചയം കണ്ട് ബലിയായി മാറുന്നു. ആഹാ ആഹാ, എന്റെ ഓരോ കുട്ടികളും ആഹാ ആഹാ അല്ലേ? ആഹാ ആഹാ അതോ വൈ അല്ലല്ലോ? ഇടയ്ക്കിടെ വൈ ഉണ്ടാകുന്നുണ്ടോ? അതോ വൈ പിന്നെ ഹായ്, മൂന്നാമത്തേത് ക്രൈ, അതായത് കരയുക. അപ്പോൾ താങ്കൾ ആരാണ്? ആഹാ ആഹാ എന്നുള്ളവരല്ലേ? ബാബ് ദാദയ്ക്ക് ഡബിൾ വിദേശികളുടെ മേൽ വിശേഷ ലഹരിയുണ്ട്. എന്തുകൊണ്ട്? ഭാരതവാസികൾ ബാബയെ ഭാരതത്തിലേക്ക് വിളിച്ചു. എന്നാൽ ഡബിൾ വിദേശികൾക്ക് മേൽ ലഹരി ഇതിനാലാണ് ഡബിൾ വിദേശികൾ ബാബ് ദാദയെ തന്റെ സത്യമായ സ്നേഹത്തിന്റെ ബന്ധനത്തിൽ ബന്ധിച്ചു. ഭൂരിപക്ഷം പേരും സത്യത ഉള്ളവരാണ്. ചിലർ മറയ്ക്കുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷം തന്റെ ദുർബലതകൾ സത്യതയോടെ ബാബയ്ക്ക് മുന്നിൽ വയ്ക്കുന്നു. അപ്പോൾ ബാബയ്ക്ക് ഏറ്റവും വലിയ കാര്യമായി തോന്നുന്നത് സത്യതയാണ്. അതിനാൽ ഭക്തിയിലും പറയുന്നു, ഗോഡ് ഈസ് ട്രൂത്ത്. ഏറ്റവും പ്രിയപ്പെട്ട സാധനം സത്യതയാണ്. എന്തുകൊണ്ടെന്നാൽ ആരിൽ സത്യതയുണ്ടോ അവരിൽ ശുദ്ധത ഉണ്ടായിരിക്കും. ക്ലിയർ ആയിരിക്കുന്നു. അതിനാൽ ബാബ് ദാദയെ ഡബിൾ വിദേശികളുടെ സത്യതയുടെ പ്രേമത്തിന്റെ ചരട് ആകർഷിക്കുന്നു. അല്പമൊക്കെ കലർപ്പും ഉണ്ടാകുന്നു ചിലരിൽ. എന്നാൽ ഡബിൾ വിദേശികൾ തന്റെ ഈ സത്യതയുടെ വിശേഷത ഒരിക്കലും കൈവെടിയരുത്. സത്യതയുടെ ശക്തി ഒരു ലിഫ്റ്റിന്റെ ജോലി ചെയ്യുന്നു. എല്ലാവർക്കും സത്യത നല്ലതായി തോന്നുന്നില്ലേ? പാണ്ഡവർക്ക് നല്ലതായി തോന്നുന്നില്ലേ? ഇങ്ങനെ മധുബൻകാർക്കും നല്ലതായി തോന്നുന്നു. എല്ലാ നാനാഭാഗത്തെയും മധുബൻകാർ കൈ ഉയർത്തു. ദാദി പറയുന്നില്ലേ, ഭുജങ്ങളാണ്. അപ്പോൾ മധുബൻ, ശാന്തിവനം എല്ലാവരും കൈ ഉയർത്തു. വലുതായി കൈ ഉയർത്തു. മധുബൻകാർക്ക് സത്യത നല്ലതായി തോന്നുന്നുണ്ടോ? ആരിൽ സത്യത ഉണ്ടാകുമോ അവർക്ക് ബാബയെ ഓർമ്മിക്കുക വളരെ സഹജമായിരിക്കും. എന്തുകൊണ്ട്? ബാബയും സത്യമല്ലേ. അപ്പോൾ സത്യമായ ബാബയുടെ ഓർമ്മ, അത് ആരാണോ സത്യമായത് അവർക്ക് പെട്ടെന്ന് വരുന്നു. പരിശ്രമം ചെയ്യേണ്ടി വരുന്നില്ല. അഥവാ ഇപ്പോഴും ഓർമ്മയിൽ പരിശ്രമം തോന്നുന്നുവെങ്കിൽ മനസ്സിലാക്കൂ,
എന്തെങ്കിലും സൂക്ഷ്മ സങ്കല്പം മാത്രം, സ്വപ്നം മാത്രം, എന്തോ സത്യതയുടെ കുറവുണ്ട്. എവിടെ സത്യമുണ്ടോ അവിടെ സങ്കല്പം ചെയ്തു ബാബ, പ്രഭു പ്രത്യക്ഷമാണ്. അതിനാൽ ബാബ് ദാദയ്ക്ക് സത്യത വളരെ പ്രിയമാണ്. അപ്പോൾ ബാബ് ദാദ എല്ലാ കുട്ടികൾക്കും ഇതേ സൂചന നൽകുന്നു. പൂർണമായി 21 ജന്മത്തിന്റെ സമ്പത്ത് നേടണമെങ്കിൽ ഇപ്പോൾ സ്വരാജ്യത്തെ പരിശോധിക്കൂ. ഇപ്പോഴത്തെ സ്വരാജ്യ അധികാരി ആകുക. എത്രത്തോളം ആകുമോ അത്രയും തന്നെ അധികാരം പ്രാപ്തമാകും. അപ്പോൾ പരിശോധിക്കൂ, മഹിമയുണ്ട്. ഒരു രാജ്യം, ഒരു ധർമ്മം. ഒരു രാജ്യം തന്നെയാകും, രണ്ടല്ല. അപ്പോൾ വർത്തമാനം സ്വരാജ്യത്തിന്റെ സ്ഥിതിയിൽ സദാ ഒരു രാജ്യമാണോ? സ്വരാജ്യമുണ്ട്, അതോ ഇടയ്ക്കിടെ പരരാജ്യവും ആകുന്നുണ്ടോ? ഇടയ്ക്കിടെ മായയുടെ രാജ്യം അഥവാ ആണ് എങ്കിൽ പരരാജ്യമെന്ന് പറയുമോ അതോ സ്വരാജ്യമെന്ന് പറയുമോ? അപ്പോൾ സദാ ഒരു രാജ്യമാണ്, മറ്റുള്ളവരുടെ അധീനതയിൽ ആകുന്നില്ലല്ലോ. ഇടയ്ക്ക് മായയുടേത്, ഇടയ്ക്ക് സ്വയത്തിന്റേത്. ഇതിലൂടെ മനസ്സിലാക്കൂ, സമ്പൂർണ്ണ സമ്പത്ത് ഇപ്പോൾ പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്നത് ആയിട്ടില്ല, ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പരിശോധിക്കണം, സദാ ഒരു രാജ്യമാണോ? ഒരു ധർമ്മം. ധർമ്മം അർത്ഥം ധാരണ. അപ്പോൾ വിശേഷ ധാരണ ഏതാണ്? പവിത്രതയുടേത്. അപ്പോൾ ഒരു ധർമ്മമാണ്, അർത്ഥം സങ്കല്പം സ്വപ്നത്തിലും പവിത്രത ഉണ്ടോ? സങ്കല്പത്തിലും സ്വപ്നത്തിലും അഥവാ അപവിത്രതയുടെ നിഴലുണ്ട് എങ്കിൽ എന്തു പറയും? ഒരു ധർമ്മമാണോ? പവിത്രത സമ്പൂർണമാണോ? എങ്കിൽ പരിശോധിക്കൂ, എന്തുകൊണ്ട്? സമയം ഫാസ്റ്റായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സമയം വേഗത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സ്വയം അഥവാ പതുക്കെയാണ് എങ്കിൽ സമയത്ത് ലക്ഷ്യത്തിൽ എത്തിച്ചേരുക സാധിക്കുകയില്ലല്ലോ. അതിനാൽ വീണ്ടും വീണ്ടും പരിശോധിക്കൂ, ഒരു രാജ്യമാണോ? ഒരു ധർമ്മമാണോ? നിയമവും ക്രമവും ഉണ്ടോ? അതോ മായ തന്റെ നിയമം നടത്തിക്കുകയാണോ? പരമാത്മാ കുട്ടികൾ ശ്രീമതത്തിന്റെ നിയമക്രമത്തിലൂടെ നടക്കുന്നവരാണ്, മായയുടെ നിയമക്രമത്തിലൂടെ അല്ല. അപ്പോൾ പരിശോധിക്കൂ, എല്ലാ ഭാവി സംസ്കാരവും ഇപ്പോൾ കാണപ്പെടട്ടെ. എന്തെന്നാൽ സംസ്കാരം ഇപ്പോൾ നിറയ്ക്കണം. അവിടെയല്ല നിറയ്ക്കേണ്ടത്, ഇവിടെ തന്നെ നിറയ്ക്കണം. സുഖമുണ്ടോ? ശാന്തിയുണ്ടോ? സമ്പന്നനാണോ? സുഖം ഇപ്പോൾ സാധനങ്ങളുടെ ആധാരത്തിൽ അല്ലല്ലോ. അതീന്ദ്രിയ സുഖമാണോ? സാധനം ഇന്ദ്രിയങ്ങളുടെ ആധാരമാണ്. അതീന്ദ്രിയ സുഖം സാധനങ്ങളുടെ ആധാരത്തിൽ അല്ല. അഖണ്ഡ ശാന്തിയാണോ? ഖണ്ഡിതമാകുന്നില്ലല്ലോ. എന്തെന്നാൽ സത്യയുഗി രാജ്യത്തിന്റെ മഹിമ എന്താണ്? അഖണ്ഡ ശാന്തി, അചഞ്ചല ശാന്തി. സമ്പന്നത ഉണ്ടോ? സമ്പത്തിലൂടെ എന്തുണ്ടാകുന്നു? സമ്പന്നത ഉണ്ടാകുന്നു. സർവസമ്പത്തും ഉണ്ടോ? ഗുണങ്ങൾ, ശക്തികൾ, ജ്ഞാനം ഇവ സമ്പത്താണ്. അവയുടെ ലക്ഷണം എന്താകുന്നു? അഥവാ ഞാൻ സമ്പത്തിൽ സമ്പന്നനാണ്, അപ്പോൾ അതിന്റെ ലക്ഷണം എന്താണ്? സന്തുഷ്ടത. സർവപ്രാപ്തിയുടെ ആധാരമാണ് സന്തുഷ്ടത. അസന്തുഷ്ടത അപ്രാപ്തിയുടെ സാധനമാണ്. അപ്പോൾ പരിശോധിക്കൂ, ഒരു വിശേഷതയുടെ എങ്കിലും കുറവുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഇത്രയും പരിശോധിക്കുന്നുണ്ടോ? മുഴുവൻ ലോകവും താങ്കൾ ഇപ്പോഴത്തെ സംസ്കാരത്തിലൂടെ ഉണ്ടാക്കുകയാണ്. ഇപ്പോഴത്തെ സംസ്കാരമനുസരിച്ച് ഭാവി ലോകം ഉണ്ടാകും. അപ്പോൾ താങ്കൾ എല്ലാവരും എന്തു പറയുന്നു? താങ്കൾ ആരാണ്? വിശ്വപരിവർത്തകരല്ലേ? വിശ്വപരിവർത്തകരാണോ? അപ്പോൾ
വിശ്വപരിവർത്തനത്തിന് മുൻപ് സ്വപരിവർത്തനം. അപ്പോൾ ഈ എല്ലാ സംസ്കാരവും അവനവനിൽ പരിശോധിക്കൂ. ഇതിലൂടെ മനസ്സിലാക്കൂ, ഞാൻ 108ന്റെ മാലയിലാണോ, മുന്നിലാണോ, പിന്നിലാണോ എന്ന്. ഈ പരിശോധന ഒരു ദർപ്പണമാണ്. ഈ ദർപ്പണത്തിൽ തന്റെ വർത്തമാനവും ഭാവിയും കാണൂ. കാണാൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുകയല്ലേ? ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. നല്ലത്. ഹോളിയുടെ അർത്ഥം വർണ്ണിച്ചതാണല്ലോ. അപ്പോൾ ബാബ് ദാദ ഇന്ന് വിശേഷിച്ച് ഡബിൾ വിദേശികളോട് പറയുന്നു, മധുബൻകാർ കൂടെയുണ്ട്. ഇത് വളരെ നല്ലതാണ്. മധുബൻകാരോടും കൂടിയാണ് പറയുന്നത്. ആരെല്ലാം വന്നിട്ടുണ്ടോ, ബോംബെയിൽ നിന്ന് വന്നതായാലും ദില്ലിയിൽ നിന്ന് വന്നാലും ഈ സമയത്ത് മധുബൻ നിവാസികളാണ്. ഡബിൾ വിദേശികളും ഈ സമയം എവിടെയാണ്? മധുബൻ നിവാസിയല്ലേ? മധുബൻ നിവാസി ആകുക നല്ലതല്ലേ? അപ്പോൾ എല്ലാ കുട്ടികളിൽ നിന്നും ഇവിടെ ഇരിക്കുകയാണെങ്കിലും അവരവരുടെ സ്ഥലത്ത് നാനാഭാഗത്തും ഇരിക്കുകയാണെങ്കിലും ബാബ് ദാദ ഒരു പരിവർത്തനം ആഗ്രഹിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ ബാബ് ദാദ പറയട്ടെ, ധൈര്യമുണ്ടോ? 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 ചെയ്യേണ്ടി വരും. ഇങ്ങനെയല്ല കൈ ഉയർത്തിയാൽ കാര്യം കഴിഞ്ഞു. അങ്ങനെയല്ല. കൈ ഉയർത്തുന്നത് വളരെ നല്ലതാണ്. പക്ഷെ മനസ്സിന്റെ കൈ ഉയർത്തുക. ഇന്ന് വെറുതെ കൈ ഉയർത്തരുത്, മനസ്സിന്റെ കൈ ഉയർത്തുക. ഡബിൾ വിദേശികൾ സമീപത്ത് ഇരിക്കുകയല്ലേ? അപ്പോൾ സമീപത്തുള്ളവർക്ക് ഹൃദയത്തിന്റെ കാര്യങ്ങൾ കേൾപ്പിക്കാറുണ്ട്. ഭൂരിപക്ഷത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവർക്കും ബാബ് ദാദയോട്, സേവനത്തോട് വളരെ നല്ല സ്നേഹമാണ്. ബാബയുടെ സ്നേഹത്തെ കൂടാതെ കഴിയില്ല, സേവനം കൂടാതെയും കഴിയില്ല. ഇത് ഭൂരിപക്ഷത്തിനും സർട്ടിഫിക്കറ്റ് ശരിയാണ്. ബാബ് ദാദ നാനാഭാഗത്തും കാണുന്നുണ്ട്. പക്ഷേ വരുന്നു. ഭൂരിപക്ഷത്തിനും ഈ ശബ്ദം വരുന്നു. എന്തെങ്കിലും ഇങ്ങനെയുള്ള സംസ്കാരം പഴയത് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ആ പഴയ സംസ്കാരം ഇപ്പോൾ വരെയും ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഹോളി ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നുവെങ്കിൽ ഹോളിയുടെ അർത്ഥമാണ് കഴിഞ്ഞത് കഴിഞ്ഞു. ഹോലി കഴിഞ്ഞു പോയി. അപ്പോൾ ഏതെങ്കിലും അല്പമെങ്കിലും സംസ്കാരം 5% 10% 50% എത്രയാണെങ്കിലും ഏറ്റവും കുറഞ്ഞത് 5% ഉണ്ടെങ്കിൽ ഇന്ന് സംസ്കാരത്തിന്റെ ഹോളി കത്തിക്കൂ. ഏത് സംസ്കാരമാണോ കരുതുന്നത്, എല്ലാവർക്കും അല്പമെങ്കിലും ഈ സംസ്കാരം എന്നെ ഇടയ്ക്കിടയ്ക്ക് അസ്വസ്ഥമാക്കുന്നു എന്നുണ്ട്. ഓരോരുത്തരും കരുതുന്നില്ലേ? അപ്പോൾ ഹോളിയിൽ ഒന്ന് കത്തിക്കാറുണ്ട്, രണ്ടാമത് നിറം ചാർത്തുന്നു. 2 തരത്തിലുള്ള ഹോളി ഉണ്ടാകുന്നു. ഹോളിയുടെ അർത്ഥവുമാണ് കഴിഞ്ഞത് കഴിഞ്ഞു. അപ്പോൾ ബാബ് ദാദ ആഗ്രഹിക്കുന്നു, ഏതെങ്കിലും ഇങ്ങനെയുള്ള സംസ്കാരം ഇരിക്കുന്നുണ്ട് എങ്കിൽ ഏതിന്റെ കാരണത്താലാണോ ലോക പരിവർത്തനം ഉണ്ടാകാത്തത്, അപ്പോൾ ഇന്ന് ആ ദുർബല സംസ്കാരത്തെ കത്തിക്കുക. അതായത് സംസ്കാരം ചെയ്തുകൊള്ളുക. കത്തിക്കുന്നതിനും സംസ്കാരം എന്ന് പറയാറുണ്ടല്ലോ. മനുഷ്യൻ മരിക്കുമ്പോൾ പറയുന്നു സംസ്കരണം ചെയ്യണം, അതായത് സദാകാലത്തേക്ക് അവസാനിപ്പിക്കണം. അപ്പോൾ എന്താ, ഇന്ന് സംസ്കാരത്തിന്റെയും സംസ്കരണം നടത്താൻ സാധിക്കുമോ? താങ്കൾ പറയുന്നു, ഞാൻ ആഗ്രഹിക്കുന്നില്ല, സംസ്കാരം വരുന്നു. ഇങ്ങനെ വരുന്നതിന് എന്തു ചെയ്യും? ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ? നല്ലത്. വരുന്നത് അറിയാതെയാണ്. അഥവാ ആർക്കെങ്കിലും നൽകിയ സാധനം അറിയാതെ താങ്കളുടെ അടുക്കൽ വന്നാൽ അപ്പോൾ എന്ത് ചെയ്യുന്നു?
സൂക്ഷിച്ച് അലമാരയിൽ വെക്കുന്നുണ്ടോ? വെക്കുമോ? അപ്പോൾ അഥവാ വന്നാൽ തന്നെയും ഹൃദയത്തിൽ വെക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഹൃദയത്തിൽ ബാബയുണ്ടല്ലോ. അപ്പോൾ ബാബയോടൊപ്പം അഥവാ സംസ്കാരവും വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കുമോ? ഇല്ലല്ലോ. അതിനാൽ അഥവാ അറിയാതെ വന്നാൽ തന്നെയും ഹൃദയം കൊണ്ട് പറയുക, ബാബ ബാബ ബാബ. അത്രമാത്രം. അവസാനിച്ചു. ബിന്ദു ആയിക്കോളും. ബാബ എന്താണ്? ബിന്ദു. അപ്പോൾ ബിന്ദു ആയിക്കോളും. ഹൃദയം കൊണ്ട് പറയുകയാണെങ്കിൽ ബാക്കി സ്വാർത്ഥതയോടെ ഓർമ്മിക്കുക, ബാബ എടുത്തോളൂ എടുത്തോളൂ. സ്വന്തം കയ്യിൽ വെക്കുന്നു, എന്നിട്ട് പറയുന്നു എടുത്തോളൂ എടുത്തോളൂ. അപ്പോൾ എങ്ങനെ എടുക്കും? താങ്കളുടെ സാധനം എങ്ങനെ എടുക്കും? ആദ്യം താങ്കൾ തന്റെ സാധനം എന്ന് മനസ്സിലാക്കാതിരിക്കുക, അപ്പോൾ എടുക്കും. ഇങ്ങനെ അല്പം പോലും മറ്റുള്ളവരുടെ സാധനം എടുക്കരുത്. അപ്പോൾ എന്തു ചെയ്യും? ഹോളി ആഘോഷിക്കുമോ? ഹോളി ഹോലി. ശരി, ആര് മനസ്സിലാക്കുന്നു? ദൃഢസങ്കല്പം ചെയ്യുന്നുണ്ട്. അവർ കൈ ഉയർത്തു. താങ്കൾ ഇടയ്ക്കിടെ പുറത്തെടുക്കാറുണ്ടല്ലോ, അപ്പോൾ പുറത്തേക്ക് പോകുന്നു. അകത്ത് വെക്കാതിരിക്കുക. എന്തു ചെയ്യും? എങ്ങനെ ചെയ്യും? പുറത്തു പോകുന്നില്ല എന്നല്ല, പോവുക തന്നെ വേണം. അപ്പോൾ ദൃഢസങ്കല്പം ചെയ്യുമോ? ആര് ചെയ്യുമോ അവർ മനസ്സുകൊണ്ട് കൈ ഉയർത്തുക. പുറമേ ഉയർത്തണ്ട, മനസ്സുകൊണ്ട്. ബ്രാക്കറ്റിൽ ചിലർ ഉയർത്തുന്നില്ല, ഇവർ ഉയർത്തുന്നില്ല. ബ്രാക്കറ്റിൽ എല്ലാവരും കൈ ഉയർത്തി. വളരെ നല്ലത്. ആശംസകൾ ആശംസകൾ. ബാബ് ദാദയോട് ഒരു വശത്ത് അഡ്വാൻസ് പാർട്ടി വീണ്ടും വീണ്ടും ചോദിക്കുന്നു, എപ്പോൾ വരെ, എപ്പോൾ വരെ, എപ്പോൾ വരെ. അടുത്തത് പ്രകൃതിയും ബാബയോട് പരാതിപ്പെടുകയാണ്, ഇനി പരിവർത്തനം ചെയ്യൂ. ബ്രഹ്മബാബയും പറയുന്നു, ഇനി എപ്പോൾ പരംധാമത്തിന്റെ കവാടം തുറക്കും? കൂടെ പോകേണ്ടേ? ബാക്കിയായി ഇരിക്കണ്ടല്ലോ. ഒപ്പം പോകില്ലേ? ഒപ്പം കവാടം തുറക്കുകയില്ലേ? താക്കോൽ ബ്രഹ്മബാബ ഇട്ടോളുമെങ്കിലും പക്ഷെ ഒപ്പം പോവുകയില്ലേ? അതിനാൽ ഇപ്പോൾ ഈ പരിവർത്തനം ചെയ്യൂ. എടുക്കുകയേ വേണ്ട, അത്രമാത്രം. എന്റെ സാധനമല്ല, മറ്റൊരാളുടേതാണ്. രാവണന്റെ സാധനം എന്തിന് വെക്കണം? മറ്റുള്ളവരുടെ സാധനം എന്താ എടുത്തു വെക്കാറുണ്ടോ? അപ്പോൾ ഇത് ആരുടേതാണ്? രാവണന്റേതല്ലേ. രാവണന്റെ സാധനം താങ്കൾ എന്തിന് വെക്കണം? വെക്കണമോ? വെക്കണ്ടല്ലോ. പക്ക. നല്ലത്. അപ്പോൾ നിറത്തിന്റെ ഹോളി ആഘോഷിച്ചോളൂ. പക്ഷെ ആദ്യം ഈ ഹോളി ആഘോഷിക്കുക. താങ്കൾ കാണുന്നുണ്ട്, താങ്കളുടെ മഹിമയാണ് കരുണാഹൃദയം. താങ്കൾ കരുണാഹൃദയമുള്ള ദേവിമാരും ദേവതമാരുമാണല്ലോ. അപ്പോൾ കരുണ വരുന്നില്ലേ? തന്റെ സഹോദരീ സഹോദരന്മാർ ഇത്രയും ദുഃഖികളാണ്. അവരുടെ ദുഃഖം കണ്ട് ദയ വരുന്നില്ലേ? വരുന്നുണ്ടോ? അപ്പോൾ സംസ്കാരം മാറ്റൂ, എങ്കിൽ ലോകം മാറിക്കൊള്ളും. ഏതുവരെയും സംസ്കാരം മാറുന്നില്ലയോ അതുവരേക്കും ലോകത്തിന് മാറാൻ സാധിക്കുകയില്ല. അപ്പോൾ എന്തു ചെയ്യും? ഇന്ന് സന്തോഷ വാർത്ത കേൾക്കുകയായിരുന്നു. എല്ലാവർക്കും ദൃഷ്ടി നേടണം. നല്ല കാര്യമാണ്. ബാബ്ദാദ കുട്ടികളുടെ ആജ്ഞാകാരിയാണ്. പക്ഷേ കേട്ട് ചിരിക്കുന്നു. ചിരിച്ചോളൂ. ദൃഷ്ടിയെപ്പറ്റി പറയുന്നു. ദൃഷ്ടിയിലൂടെ സൃഷ്ടി മാറുന്നു. അപ്പോൾ ഇന്നത്തെ ദൃഷ്ടിയിലൂടെ സൃഷ്ടി പരിവർത്തനം ചെയ്യുക തന്നെ വേണം. എന്തുകൊണ്ടെന്നാൽ സമ്പന്നത അഥവാ ഏതെല്ലാം പ്രാപ്തികൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ വളരെ സമയത്തെ അഭ്യാസം വേണം. ഇങ്ങനെയല്ല സമയത്ത് ആയിക്കോളും. അല്ല, വളരെ സമയത്തെ രാജ്യഭാഗ്യം നേടണമെങ്കിൽ സമ്പന്നതയും വളരെ സമയത്തേക്ക് ഉണ്ടാകണം. അപ്പോൾ ശരിയല്ലേ?
ഡബിൾ വിദേശികൾ സന്തുഷ്ടരാണോ? ശരി. നാനാഭാഗത്തെയും 3 സിംഹാസനധാരി വിശേഷ സർവാത്മാക്കൾക്ക്, സദാ സ്വരാജ്യാധികാരി വിശേഷ ആത്മാക്കൾക്ക്, സദാ ദയാഹൃദയരായ ആത്മാക്കൾക്ക്, സുഖശാന്തിയുടെ അഞ്ജലി നൽകുന്നവരായ മഹാദാനി ആത്മാക്കൾക്ക്, സദാ ദൃഢതയുടെയും സഫലതയുടെയും അനുഭവം ചെയ്യുന്ന ബാപ് സമാന ആത്മാക്കൾക്ക് ബാപ് ദാദയുടെ സ്നേഹസ്മരണയും നമസ്തേയും. വരദാനം: സങ്കല്പത്തിന്റെയും സംസാരത്തിന്റെയും വിസ്താരത്തെ സാരത്തിലേക്ക് കൊണ്ടുവരുന്ന അന്തർമുഖിയായി ഭവിക്കട്ടെ. വ്യർത്ഥ സങ്കല്പങ്ങളുടെ വിസ്താരത്തെ ഒതുക്കി സാരരൂപത്തിൽ സ്ഥിതി ചെയ്യുകയും വായുടെ ശബ്ദത്തിന്റെ വ്യർത്ഥത്തെയും ഒതുക്കി സമർത്ഥം, അതായത് സാരരൂപത്തിലേക്ക് കൊണ്ടുവരിക. ഇതാണ് അന്തർമുഖത. ഇങ്ങനെയുള്ള അന്തർമുഖി കുട്ടികൾ തന്നെയാണ് സൈലൻസിന്റെ ശക്തിയിലൂടെ അലയുന്ന ആത്മാക്കൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്നത്. ഈ സൈലൻസിന്റെ ശക്തി അനേക ആത്മീയ നിറങ്ങൾ കാണിക്കുന്നു. സൈലൻസിന്റെ ശക്തിയിലൂടെ ഓരോ ആത്മാവിന്റെയും മനസ്സിന്റെ ശബ്ദം സന്മുഖത്ത് സംസാരിക്കുന്നത് പോലെ അത്രയും സമീപം കേൾക്കാൻ കഴിയുന്നു. സ്ലോഗൻ: സ്വഭാവം, സംസ്കാരം, സംബന്ധം, സമ്പർക്കത്തിൽ ലൈറ്റ് ആയിരിക്കുക. അർത്ഥം: മാലാഖ ആകുക. അവ്യക്ത സൂചന: സത്യതയും സഭ്യതയുമാകുന്ന സംസ്കാരത്തെ സ്വന്തമാക്കൂ. സത്യമായ ഹൃദയമുള്ള സത്യവാദി കുട്ടികൾക്ക് സത്യതയുടെ മഹാനതയുടെ കാരണത്താൽ സെക്കൻഡിൽ ബിന്ദുവായി ബിന്ദു സ്വരൂപ അച്ഛനെ ഓർമ്മിക്കാൻ സാധിക്കുന്നു. സത്യമായ ഹൃദയമുള്ളവർ സത്യമായ പ്രഭുവിനെ സംപ്രീതമാക്കുന്നതിന്റെ കാരണത്താൽ, വിശേഷ ആശീർവാദങ്ങളുടെ പ്രാപ്തിയുടെ കാരണത്താൽ സമയാനുസരണം ബുദ്ധി യുക്തിയുക്തം യഥാർത്ഥ കാര്യം സ്വതവേ ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ ബുദ്ധിവാന്മാരുടെയും ബുദ്ധി ആയ ബാബയെ പ്രീതിപ്പെടുത്തിയിരിക്കുന്നു. സൂചന: ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിനം 3ാമത്തെ ഞായറാഴ്ചയാണ്. വൈകിട്ട് 6:30 മുതൽ 7:30 മണിവരെ എല്ലാ സഹോദരീ സഹോദരന്മാരും സംഘടിത രൂപത്തിൽ ഏകാഗ്രമായി യോഗ അഭ്യാസത്തിൽ സർവാത്മാക്കളെയും പ്രതി ഇതേ ശുഭഭാവന വയ്ക്കുക. സർവാത്മാക്കളുടെയും മംഗളമുണ്ടാകട്ടെ. സർവാത്മാക്കളും സത്യമാർഗത്തിൽ സഞ്ചരിച്ച് പരമാത്മ സമ്പത്തിന് അധികാരം പ്രാപ്തമാക്കട്ടെ. ഞാൻ ബാബയ്ക്ക് സമാനം സർവാത്മാക്കൾക്കും വരദാനം നൽകുന്ന ആത്മാവാണ്. ഓം ശാന്തി.